ഇവിടെയുള്ള സൈനികരെല്ലാം കയറിയിരുന്ന് ആരാധനയും നടത്തും. അവരെന്ത് ചെയ്യും? അവിടെ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് പരേഡ് നടത്തിയിട്ട് തിരിച്ചിറങ്ങി വരും. അങ്ങനെയാണ് നമ്മുടെ സൈന്യം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കല്ല് കടിച്ചൊരു വിഷയമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇന്ത്യ ടുഡേയിൽ എന്താണ് നടന്നത് ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവന്മാരെ കുത്തിത്തിരിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ച ഒരു ക്രിസ്ത്യൻ ആർമി ഓഫീസറുടെ പിരിച്ചുവിടൽ നടപടി ചൊവ്വാഴ്ച സുപ്രീം കോടതി ശരിവെച്ചു. സന്തോഷം. സൈന്യം ഒരു സ്ഥാപനമെന്ന നിലയിൽ മതേതരമാണെന്നും അതിൻ്റെ അച്ചടക്കത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതാണ് അച്ചടക്കം, അതാണ് സൈന്യത്തിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സൈനികരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അതായത് പുറത്തുപോയ സൈനികൻ കൂടെ ഉണ്ടായിരുന്ന സൈനികരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നും ഇയാൾ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരായ സാമുവൽ കമലേഷിനെ കടുത്ത അച്ചടക്കമില്ലായ്മയ്ക്ക് വിമർശിക്കുകയും സൈന്യത്തിന് പൂർണ്ണമായും നിങ്ങൾ അനുയോജ്യനല്ല എന്ന് കോടതി പറയുകയും ചെയ്തു. 2017 ലഫ്റ്റനൻ്റായി നിയമിതനായ 6 സ്ക്വാഡ്രണിലേക്ക് നിയമിക്കപ്പെട്ട കമലേഷൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ നിർബന്ധിക്കുന്നത് തൻ്റെ മതസ്വാതന്ത്ര്യത്തെ ലംഘനമാണെന്ന് വാദിച്ചുകൊണ്ട് അച്ചടക്ക നടപടിയെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നിയമപരമായ ഒരു കൽപ്പനയെ അനുസരിക്കാത്തതിന് തുല്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. 2021 പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഇല്ലാതെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഉദ്യോഗസ്ഥനായ സാമുവൽ കമലേഷിനെ പിരിച്ചുവിട്ട നടപടി ശരിവച്ച ഡൽഹി ഹൈക്കോടതിയുടെ 2025 മെയ് മാസത്തെ ഉത്തരവ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടക്കമുള്ള ബെഞ്ചും എന്ത് ചെയ്തു? ശരിവച്ചു.